ഏറ്റുമാനൂർ സ്റ്റേഷനിൽ വന്ന പാടെ തന്നെ നമ്മുടെ കേരള എക്സ്പ്രസ് വന്നു പോയി. ഞാൻ വരികയും അത് പോവുക ഒരുപോലെയായിരുന്നു. അതാണ് പെട്ടെന്ന് എടുക്കേണ്ടി വന്നു. ഇപ്പോൾ ഇന്നൊരു വ്യാഴാഴ്ച ആയതുകൊണ്ട് നമ്മുടെ ഹുബ്ലി എക്സ്പ്രസ് ഉണ്ട്, അത് കഴിഞ്ഞ് ഐലൻഡ് എക്സ്പ്രസ് ഉണ്ട്, പിന്നെ എറണാകുളം മെമു ഉണ്ട്, പിന്നെ ഹിംസാഗർ എക്സ്പ്രസ് വരുന്നുണ്ട് എറണാകുളം ഭാഗത്തുനിന്ന്. ജസ്റ്റ് ഒന്ന് ക്യാപ്ചർ ചെയ്യാമെന്ന് വന്നോർത്ത് നമ്മൾ ഏറ്റുമാനൂർ സ്റ്റേഷനിൽ വന്നതാണ്. കുറച്ച് ഹൈ സ്പീഡായിട്ട് നമുക്ക് ട്രെയിൻസ് സ്കിപ്പ് ചെയ്യുന്ന എടുക്കാമല്ലോ. ഇവിടെ ഒരുപാട് പണികൾ നമ്മുടെ അമൃത് ഭാരത് സ്കീമിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഒരു ഹാഫ് വേ സ്റ്റേജ് ഒക്കെ കഴിഞ്ഞ മട്ടാണ്. അപ്പോൾ കുറച്ചും കൂടെ ഒക്കെ നല്ല നിലവാരത്തിൽ നമുക്ക് ഈ സ്റ്റേഷനിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇനി നമുക്ക് ബാക്കി നമ്മുടെ ഹൈ സ്പീഡ് സ്കിപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ കോട്ടയം കായംകുളം എറണാകുളം റൂട്ട് കോട്ടയം വഴി 100 കിലോമീറ്റർ സ്പീഡിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് നമുക്ക് മാക്സിമം 90 ആണ് ഈ സെക്ഷനൊക്കെ. അപ്പോൾ അതിപ്പോൾ 100 ആക്കുമ്പം കുറച്ചും കൂടെ സ്പീഡിൽ ട്രെയിനുകൾ എറണാകുളം എത്തും, അല്ലെങ്കിൽ എറണാകുളത്തു നിന്ന് കോട്ടയം ഭാഗത്തേക്ക് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ സ്റ്റേഷൻ കാണാൻ നല്ല രസമല്ലേ? നല്ല വെയിലാണേ, നല്ല വെയിലാണ്. കാരണം മഴയൊക്കെ മാറി നിൽക്കുന്നൊരു സമയമാണ്. നമ്മുടെ വീക്ക്ലി സൂപ്പർ ഫാസ്റ്റായ ഹുബ്ലി എക്സ്പ്രസ് ആണ് ഇനി വരാനുള്ളത്. സിഗ്നൽ പച്ചയാണേ. അപ്പോൾ അടുത്ത ട്രെയിൻ നമ്മുടെ ഐലൻഡ് എക്സ്പ്രസ് ആണ്. കന്യാകുമാരിയിൽ നിന്ന് ബാംഗ്ലൂർ KSR ബാംഗ്ലൂർ വരെ പോകുന്ന ഐലൻഡ് എക്സ്പ്രസ്.
ഇപ്പോൾ പോയ വണ്ടി നമ്മുടെ ഹിംസാഗർ എക്സ്പ്രസ് ആണ്. കാശ്മീരിലെ കട്രയിൽ നിന്ന് കന്യാകുമാരി വരെ പോകുന്ന ട്രെയിനാണത്. ഇന്നിപ്പോൾ വ്യാഴാഴ്ച ആയതുകൊണ്ട് നമുക്കത് കിട്ടി. ആക്ച്വലി വണ്ടി ഒരു മണിക്കൂർ ലേറ്റാണ്, എങ്കിലും അത്രയും ദൂരെ നിന്ന് വരുന്നതല്ലേ, അതുകൊണ്ട് അത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ലേറ്റ്നെസ്സേ ഉള്ളൂ. ഇനി അടുത്ത നമ്മുടെ സൂപ്പർ ഫാസ്റ്റ് മെമ്മു വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റുമാനൂരൊന്നും സ്റ്റോപ്പില്ലാത്തൊരു മെമ്മു ആണ്. പക്ഷെ അത് എറണാകുളം ഔട്ടറിൽ എത്ര നേരം വേണേലും നമ്മൾ പിടിച്ചിടുന്നൊരു വണ്ടിയാണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ ആ പോയത് നമ്മുടെ മെമ്മു ആണ്. അപ്പോൾ അതിന് പോയാലുള്ളൊരു ഏക ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ കോട്ടയം ഭാഗത്തുള്ളവർക്ക് സൗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ 6:25 മാംഗ്ലൂർ വന്ദേ ഭാരത് ക്യാച്ച് ചെയ്യാൻ പറ്റിയൊരു ട്രെയിനാണ്. നമുക്ക് ഈ ഭാഗത്തു നിന്നുള്ളവർക്ക് ഇതിന് കയറിയാൽ ഇത് 5:50 ഔട്ടറിൽ പിടിച്ചിട്ടാലും ഏകദേശം ഒരു 5:50 കഴിയുമ്പോഴത്തേന് നമ്മൾ സൗത്തിൽ കയറ്റാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വന്ദേ ഭാരത് കിട്ടാനൊരു ബെസ്റ്റ് കണക്ഷനാണ് നമ്മുടെ കോട്ടയം സൈഡിലുള്ളവർക്ക്, വൈകിട്ടത്തെ മാംഗ്ലൂർ വന്ദേ ഭാരത്. പിന്നെ അടുത്തത് നമ്മുടെ ജനശതാബ്ദി ഉണ്ട്. പിന്നെ നമ്മുടെ കാരക്കൽ എക്സ്പ്രസ് കോട്ടയം എറണാകുളം വരെ പാസഞ്ചറായിട്ട് പോകുന്ന വണ്ടിയും വരുന്നുണ്ട്. ഞാൻ വിചാരിച്ചു അടുത്ത ആഴ്ച എന്തായാലും ജനശതാബ്ദി പുതിയ റൈക്ക് വരാൻ പോവാണ്. അപ്പോൾ അതിൽ നമുക്കൊരു യാത്രയും ചെയ്യാം. അപ്പോൾ ജനശതാബ്ദി അതിൽ അവിടെ നിൽക്കട്ടെ. നെക്സ്റ്റ് വീക്ക് നമ്മുടെ ജേണി ജനശതാബ്ദിയിലാണ്, പുതിയ കോച്ചുള്ളതിൽ. അപ്പോൾ ആ ഒരു പുതിയ വീഡിയോയിൽ നമുക്ക് ജനശതാബ്ദി കാണാം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം.